പ്രസിഡന്റ് ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഉത്തരവിന് പിന്നാലെ ഗാസയിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേലി സൈന്യം. ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാരോപിച്ചാണ് ഗാസയിൽ വീണ്ടും ആക്രമണം നടത്താൻ നെതന്യാഹു ഉത്തരവിട്ടത്. ഒക്ടോബർ 10 പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഇസ്രായേൽ 125 തവണ വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന് ഗാസയിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസ് ആരോപിച്ചു. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്നു. അഭിലാഷ്, സമാധാനം പുലർന്നു ഗാസയിൽ എന്ന് വാർത്ത കേട്ട് ഏറെ സന്തോഷിച്ചവരാണ് മനുഷ്യരെല്ലാവരും, നമ്മളെല്ലാവരും. പക്ഷേ ഇപ്പോഴിതാ ഈ കരാറെല്ലാം, സമാധാന കരാറെല്ലാം ജലരേഖയാകുന്നു എന്നത് തന്നെയല്ലേ ഗാസയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്? ഭവ്യ, ഗാസയിൽ ഇന്നലെ മുതലാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. അവർ അതിന് ചില ന്യായങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ഹമാസ് ഇത്തരത്തിൽ ഗാസയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുന്നത് കൃത്യമായി നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ് ഇസ്രായേൽ ആദ്യമായി ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്നത്. നേരത്തെ 2023 ഇസ്രായേലിലെ ഒരു ബന്ദിയുടെ മൃതദേഹം ഇസ്രായേൽ കണ്ടെടുത്തിരുന്നു. ആ മൃതദേഹത്തിന്റെ ബാക്കിയാണ് ഇത്തവണ നൽകിയിരിക്കുന്നത്. അതായത് ഇത്തവണ 27 പേരുടെ മൃതദേഹങ്ങൾ കൈമാറുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ 15ഓളം പേരുടെ മൃതദേഹങ്ങൾ മാത്രമേ ഇതുവരെ കൈമാറിയിട്ടുള്ളൂ. എന്നാൽ 16ാമത്തത് എന്നുള്ള നിലയിൽ അവർ കൈമാറിയത് 2023 മരിച്ച അയാളുടെ പകുതി മൃതദേഹാവശിഷ്ടം നേരത്തെ തന്നെ ഇസ്രായേൽ കണ്ടെടുത്തിരുന്നു. അതിന്റെ ബാക്കി പകുതിയാണ് ഇത്തവണ 27 പേരിൽ ഒരാളുടേതെന്നുള്ള രീതിയിൽ ഹമാസ് നൽകിയിരിക്കുന്നത്. ഇത് വഞ്ചനയാണ് എന്നുള്ളൊരു ആരോപണമാണ് ഇസ്രായേൽ ഉന്നയിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേനയുടെ നേർക്ക് ഹമാസിന്റെ ഒരു ആക്രമണം ഉണ്ടാവുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വന്നിരുന്നു. ഈ രണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വീണ്ടും ഇസ്രായേൽ ഗാസയിൽ കനത്ത ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിർണായകമായ പ്രഖ്യാപനം വന്നിരുന്നു. ഗാസയിൽ ഹമാസ് വെടിനിർത്തൽ പ്രഖ്യാപനം ലംഘിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഗാസ സമാധാന പദ്ധതിയുടെ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേൽ തിരിച്ചടിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ ആക്രമണമാണ് ഇന്നലെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയത്. അതിൽ 30ഓളം പേർ കൊല്ലപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അതായത് ഗാസയിലെ വെടിനിർത്തൽ പൂർണ്ണമായും ഇല്ലാതായിരിക്കും, സമാധാന കരാർ പാളിപ്പോയിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഹമാസ് പറയുന്നത് തങ്ങൾ ഒരു തരത്തിലും ബന്ദികളുടെ മൃതദേഹ കൈമാറ്റം വൈകിപ്പിച്ചിട്ടില്ല. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ കനത്ത ആക്രമണങ്ങളുണ്ട്. ആ ആക്രമണത്തിൽ ഗാസയുടെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും റോഡുകളെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ആളുകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് വളരെ തടസ്സമുണ്ട് എന്നുള്ളതാണ് ഹമാസിന്റെ പ്രഖ്യാപനം. എന്തായാലും വെടിനിർത്തൽ, ഗാസയിലെ സമാധാന കരാർ ഇല്ലാതായിട്ടില്ല എന്നുള്ളതാണ് JD Vance പറയുന്നത്. ഭവ്യ, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. 5 ദിവസത്തെ ഏഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ദക്ഷിണ കൊറിയയിലെത്തിയ ട്രംപ് നാളെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും. ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഫോറത്തിന്റെ യോഗത്തിനിടെയാകും ഇരു നേതാക്കളും തമ്മിൽ കാണുന്നത്. അമേരിക്കയുടെ താരിഫ് യുദ്ധത്തിൽ ശക്തമായി തിരിച്ചടിക്കുന്ന ചൈനയെ സംബന്ധിച്ച് ഈ കൂടിക്കാഴ്ച വിജയമാണെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം. ഷിയെ കണ്ട ശേഷം ട്രംപ് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിനെയും കാണുമെന്നാണ് റിപ്പോർട്ടുകൾ.